സ്വർണശേഖരം വമ്പന്മാരെ ഞെട്ടിച്ച് ഇന്ത്യയുടെ കുതിപ്പ്. ഹോം അപ്ലയൻസസും കിച്ചൺ അപ്ലയൻസസും ഒക്കെ വാങ്ങുമ്പോൾ ചെറിയ തവണകളായി തിരിച്ചടയ്ക്കാനുള്ള EMI സ്കീമുകൾ മൈജി ഫ്യൂച്ചറിലുണ്ടല്ലോ. എക്സ്പീരിയൻസ് ചെയ്യാം നെക്സ്റ്റ് ലെവൽ ഷോപ്പിംഗ് മൈജി ഫ്യൂച്ചറിൽ. ഡിജിറ്റൽ ഇടപാടുകളുടെയും ക്രിപ്റ്റോ കറൻസികളുടെയും വൻ കടന്നുകയറ്റത്തിനിടയിലും ആഗോള സാമ്പത്തിക പ്രതിസന്ധികളിൽ ലോകരാജ്യങ്ങൾക്ക് ഇന്നും വിശ്വസിച്ച് അഭയം പ്രാപിക്കാൻ സ്വർണം തന്നെയാണ് ഏക ആശ്രയം. അന്താരാഷ്ട്ര തലത്തിൽ ഭൗമരാഷ്ട്രീയ ഉഭയകക്ഷി ബന്ധങ്ങളിലും സാമ്പത്തിക മേഖലകളിലും അനിശ്ചിതാവസ്ഥകൾ വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ ലോകത്തെ പ്രമുഖ കേന്ദ്ര ബാങ്കുകളെല്ലാം തങ്ങളുടെ സ്വർണശേഖരം വീണ്ടും വൻതോതിൽ ഉയർത്തുകയാണ്. ആഗോളതലത്തിലെ ഔദ്യോഗിക സ്വർണശേഖരത്തിന്റെ ഏറ്റവും പുതിയ റാങ്കിംഗ് വിവരങ്ങൾ വ്യക്തമാക്കുന്നത് രാജ്യങ്ങളുടെ സാമ്പത്തിക പ്രതിരോധ തന്ത്രങ്ങളുടെ പ്രധാന കേന്ദ്രം ഇന്നും ഈ മഞ്ഞലോഹം തന്നെയാണ് എന്നാണ്. ഈ ആഗോള സാമ്പത്തിക മത്സരത്തിൽ മറ്റെല്ലാ വികസിത രാജ്യങ്ങളെയും പിന്നിലാക്കി ഇന്ത്യ കൈവരിച്ച മുന്നേറ്റം ലോകശ്രദ്ധ നേടുകയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തന്ത്രപരമായ നീക്കങ്ങളിലൂടെ ഇന്ത്യയുടെ ഔദ്യോഗിക സ്വർണശേഖരം 880 ടണ്ണിലധികമായി ഉയർത്തിക്കൊണ്ട് ഇന്ത്യ ആഗോളതലത്തിൽ കരുത്തുറ്റ സാന്നിധ്യമായി മാറി. പരമ്പരാഗത ആസ്തികളെ മാത്രം ആശ്രയിക്കുന്ന രീതി മാറ്റി നിക്ഷേപങ്ങൾ വൈവിധ്യവൽക്കരിക്കാനും രൂപയുടെ മൂല്യം ആഗോള വിപണിയിൽ സുരക്ഷിതമാക്കാനും ഇന്ത്യ കാട്ടുന്ന ഈ സാമ്പത്തിക ജാഗ്രത ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ പദവി വൻതോതിൽ ഉയർത്തിയിട്ടുണ്ട്. കേന്ദ്ര ബാങ്കിന്റെ കരുതൽ ശേഖരത്തിന് പുറമെ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ സ്വർണം സ്വകാര്യമായി കൈവശം വെച്ചിരിക്കുന്ന ജനത എന്ന ഖ്യാതിയും ഇന്ത്യക്കാർക്ക് സ്വന്തമാണ്. ഇന്ത്യൻ കുടുംബങ്ങളിലും രാജ്യത്തെ പ്രമുഖ ആരാധനാലയങ്ങളിലുമായി 10,000-കണക്കിന് ടൺ സ്വർണമാണ് സമ്പത്തായി സൂക്ഷിച്ചിരിക്കുന്നത്. ഇന്ത്യക്കാരെ സംബന്ധിച്ച് സ്വർണം എന്നത് കേവലം ഒരു ലോഹമല്ല, മറിച്ച് അത് അവരുടെ സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും സുരക്ഷിതമായ നിക്ഷേപ ബോധ്യങ്ങളുടെയും പ്രതീകമാണ്. ആഗോള വിപണിയിൽ എന്ത് തകർച്ചയുണ്ടായാലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തുന്നതിൽ ഈ ആഭ്യന്തര സ്വർണശേഖരം വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. നിലവിലെ ആഗോള പട്ടിക പരിശോധിക്കുമ്പോൾ സാമ്പത്തിക ആധിപത്യം കൊണ്ട് അമേരിക്ക തന്നെയാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. 8133.5 ടൺ സ്വർണശേഖരമാണ് അമേരിക്കയ്ക്കുള്ളത്. ഇത് രണ്ടാം സ്ഥാനത്തുള്ള ജർമ്മനിയുടെ ശേഖരത്തിന്റെ ഇരട്ടിയിലധികമാണെന്ന് മാത്രമല്ല, യൂറോപ്യൻ വമ്പന്മാരായ ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളുടെ ആകെ ശേഖരത്തിന് ഏകദേശം തുല്യവുമാണ്. അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ചേർന്നാൽ മാത്രം ലോകത്തെ ഔദ്യോഗിക സ്വർണശേഖരത്തിന്റെ 60% വരുമെന്നാണ് പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നത്. പണപ്പെരുപ്പം, അന്താരാഷ്ട്ര കറൻസികളുടെ മൂല്യത്തിൽ ഉണ്ടാകുന്ന വലിയ ഏറ്റക്കുറച്ചിലുകൾ, യുദ്ധസമാനമായ ഭൗമരാഷ്ട്രീയ പ്രതിസന്ധികൾ എന്നിവയ്ക്കെതിരെയുള്ള ശക്തമായ ഒരു സുരക്ഷിത കവചമായാണ് ലോകരാജ്യങ്ങൾ സ്വർണത്തെ നിലനിർത്തുന്നത്. ഏറ്റവും വലിയ ശേഖരം നിലവിൽ പാശ്ചാത്യ രാജ്യങ്ങളിലാണെങ്കിലും ഏഷ്യൻ മേഖലയിലെ വളർന്നുവരുന്ന വൻകിട സമ്പദ് വ്യവസ്ഥകൾ ഡോളറിനോടുള്ള ആശ്രയത്വം കുറയ്ക്കുന്നതിനായി ഇപ്പോൾ സ്വർണം വലിയ തോതിൽ വാങ്ങിക്കൂട്ടുന്ന തന്ത്രമാണ് സ്വീകരിക്കുന്നത്. ഇന്ത്യക്കൊപ്പം ഏഷ്യൻ മേഖലയിൽ ചൈനയുടെ സ്വർണശേഖരവും വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ മാത്രം 100 കണക്കിന് ടൺ സ്വർണമാണ് ചൈന തങ്ങളുടെ ബാങ്ക് ശേഖരത്തിലേക്ക് കൂട്ടിച്ചേർത്തത്. ഇതോടെ ചൈനയുടെ ആകെ ശേഖരം ഏകദേശം 2300 ടണ്ണിലേക്ക് ഉയർന്നു. ആഗോള സാമ്പത്തിക രാഷ്ട്രീയ ആഘാതങ്ങളിൽ നിന്നും സ്വന്തം കറൻസിയെയും വിപണിയെയും സംരക്ഷിച്ചു നിർത്താനായി പോളണ്ട്, തുർക്കി എന്നീ രാജ്യങ്ങളും തങ്ങളുടെ സ്വർണശേഖരം വലിയ തോതിൽ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വൻകിട സാമ്പത്തിക ശക്തികൾ മാത്രമല്ല ഇപ്പോൾ ഈ ഡിജിറ്റൽ യുഗത്തിലും സ്വർണത്തിന്റെ യഥാർത്ഥ മൂല്യം മനസ്സിലാക്കി നിക്ഷേപം നടത്തുന്നത്. ഉസ്ബെക്കിസ്ഥാൻ, സൗദി അറേബ്യ, കസക്കിസ്ഥാൻ, തായ്ലൻഡ്, സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളും തങ്ങളുടെ കേന്ദ്ര ബാങ്കുകളിലെ സ്വർണശേഖരം ക്രമമായി ഉയർത്തുന്നുണ്ട്. മൂല്യമൊട്ടും ചോർന്നു പോകാത്ത ഏറ്റവും മികച്ച ആസ്തിയായി ലോകം ഇന്നും സ്വർണത്തെ കാണുന്നതിനാൽ വരും വർഷങ്ങളിലും ആഗോള വിപണി ഭരിക്കാൻ ഈ മഞ്ഞലോഹത്തിന് തന്നെയാകും കരുത്ത് എന്ന് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.